ഹലോ. എക്സിബിഷൻ വർക്കേഴ്സ് യൂണിയൻ സംഘടിപ്പിക്കുന്ന മടത്തറ ഫെസ്റ്റിന്റെ ഉദ്ഘാടന പരിപാടികൾ ആരംഭിക്കുകയാണ്. ആദ്യം തന്നെ സ്വാഗതം ആശംസിക്കുകയാണ്. സ്വാഗതം ആശംസിക്കുന്നതിനായി നമ്മുടെ പരിപാടിയുടെ അധ്യക്ഷനാണ് ആദ്യം ക്ഷണിക്കേണ്ടത്. അധ്യക്ഷത വഹിക്കുന്നതിനായി നമ്മുടെ അന്തരീക്ഷം നമുക്ക് അനുയോജ്യമല്ല എങ്കിലും ഒരു 5 വർഷത്തിന് മുൻപായിട്ട് പണ്ട് സർക്കസ് മേഖലകളായിട്ടാണല്ലോ നമ്മളെ കണ്ടിരുന്നത്. അതിനൊരു പരിവർത്തനമൊക്കെ ഉണ്ടായി. എക്സിബിഷൻ എന്നൊക്കെ ഒരു പേരൊക്കെ വെച്ച് സർക്കാരിന്, അത് ഏത് സർക്കാരായിക്കോട്ടെ, കൂടുതൽ ടൂറിസം നികുതി, വിനോദ നികുതി നൽകുന്ന ഒരു മേഖലയായിട്ട് പടർന്ന് പന്തലിച്ചിരിക്കുകയാണ്. സർക്കാരിന്റെ സപ്പോർട്ടൊന്നും ഇല്ല, അതവിടെ നിൽക്കട്ടെ, അത് പിന്നീടുള്ള കാര്യം, ഏത് സർക്കാർ ഭരിച്ചാലും. അതുകൊണ്ട് ഈ എക്സിബിഷന് ഔപചാരികമായ ആശംസ അർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഈ വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികൾ വ്യത്യസ്തങ്ങളായ ജാതി മത വിശ്വാസങ്ങൾക്കപ്പുറം പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രതിനിധികളാണ്. ഈ രാഷ്ട്രീയ പ്രതിനിധികളാണ് ഞങ്ങളുടെ യൂണിയന്റെ മുന്നോട്ടുള്ള പോക്കിന് അസറ്റായി നിലനിൽക്കേണ്ടത്. ഞങ്ങൾക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അതൊക്കെ ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തുക. എക്സിബിഷൻ യൂണിയന്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും അതൊരു കാരണമാകണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ടാകണം. അതുപോലെ തന്നെ ഞങ്ങളെ വരുന്ന ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ 2-3 കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. നിങ്ങളെ പ്രതികരിക്കുന്ന MLA-മാരും മന്ത്രിമാരും ഒക്കെ ആ സ്ഥാനത്തുണ്ടാകും. തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിച്ചാൽ ഞങ്ങൾ കൊടുക്കുന്ന നിവേദനത്തിന് ഒരു പരിഹാരം ഉണ്ടാകണം. അതൊക്കെ ഞങ്ങളുടെ കാഴ്ചപ്പാടാണ്, ഞങ്ങളുടെ ലക്ഷ്യങ്ങളാണ്. 5 വർഷം ആയി ഈ യൂണിയൻ രൂപീകരിച്ചിട്ട് അസംഘടിതരായി നിൽക്കുന്ന തൊഴിലാളികളെ, എക്സിബിഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളുടെ സേവനങ്ങളും വേതനങ്ങളും ഒക്കെ ഉറപ്പിക്കുന്നതിനും അവരുടെ ക്ഷേമങ്ങൾ, അവരുടെ കുടുംബകാര്യങ്ങൾ ഒക്കെ നന്നായി കൊണ്ടുപോകുന്നതിനും വേണ്ടി ഒരു 4-5 ആളുകൾ പണ്ട് KSKTയും ടൈലർ യൂണിയനും ഒക്കെ രൂപീകരിച്ചാൽ മതി. ആലപ്പുഴയിലെ ഒരു ചെറിയ തയ്യക്കടയിൽ അങ്ങോട്ട് തുടങ്ങിയ മടത്തറ ഫെസ്റ്റ് എന്ന പേരിൽ നടത്തുന്ന ഈ പരിപാടിയിൽ തിരുവനന്തപുരം കൊല്ലം ജില്ലയുടെ ബോർഡറിലാണെങ്കിലും കൊല്ലം ജില്ലയിലാണ് ഈ പരിപാടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കൊരു വലിയ ബന്ധം കൊല്ലവുമായിട്ടുണ്ട്. എൻ്റെ ജന്മനാട് കൊല്ലമാണ്. ഇവിടെ അടുത്ത് ചാത്തന്നൂർ എന്ന് പറയുന്ന പ്രദേശത്താണ് ഞാൻ ജനിച്ചതും വളർന്നതും പഠിച്ചതുമെല്ലാം. ഇപ്പോൾ പ്രവർത്തന മേഖല തിരുവനന്തപുരമാണ് എന്നുള്ളത് മാത്രം. ഏറ്റവും മനോഹരമായ ഒരു പ്രകൃതി രമണീയമായ സ്ഥലത്താണ് ഇന്ന് ഈ മടത്തറ ഫെസ്റ്റ് നടത്തുന്നത്. നോട്ടീസിൽ തന്നെ അത് സൂചിപ്പിച്ചിട്ടുമുണ്ട്. ഇവിടെ വന്നിരിക്കുമ്പോൾ ചുറ്റും നോക്കിയിരിക്കാൻ അത്രയേറെ ഭംഗിയുള്ള ഒരു സ്ഥലത്താണ് ഫെസ്റ്റ് നടക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ മേഖലയിൽ എക്സിബിഷൻ രംഗത്ത് പ്രവർത്തിക്കുന്ന 100 കണക്കിന് തൊഴിലാളികൾ കേരളത്തിലുണ്ട്. കേരളത്തെ സംബന്ധിച്ച് ഓണം എന്ന് പറയുന്നതും മറ്റു ഉത്സവങ്ങളും ഒരു ഗ്രാമത്തെ നഗരതുല്യമാക്കി മാറ്റുന്ന ദിവസങ്ങളാണ് മേളകളിലൂടെ സമ്മാനിക്കുന്നത്. ഒരു ഫെസ്റ്റ് നടത്തുമ്പോൾ അതിന്റെ പ്രത്യേകമായി ഇതിനകത്ത് തന്നെ ഈ നോട്ടീസ് വായിച്ചപ്പോൾ തന്നെ മനസ്സിലാക്കാനുള്ളത് മാമ്പഴത്തിന്റെ വിവിധ വെറൈറ്റികൾ, കാർഷിക മേഖലയിൽ വലിയൊരു വിപണന കേന്ദ്രം, വിവിധ തരത്തിലുള്ള കാർഷിക ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ വൃക്ഷത്തൈകളും ഒക്കെ പ്രദർശനത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. മടത്തറയെ സംബന്ധിച്ച് കാർഷിക മേഖലയിൽ വലിയ പ്രാധാന്യമുള്ള ഒരു പ്രദേശം കൂടിയാണ്. മടത്തറയ്ക്ക് മാത്രമല്ല, എല്ലാ പ്രദേശങ്ങളിലേക്കും ഇത്തരത്തിലുള്ള ഫെസ്റ്റിവൽ കടന്നു വരേണ്ടതുണ്ട്. ഓണത്തിനോടനുബന്ധിച്ച് നമുക്കറിയാം ഈ വ്യാപാരമേളകളുടെ ഒരു വലിയ ഘോഷയാത്ര തന്നെയാണ്. വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ചെറുകിട കച്ചവടക്കാർക്കും ഇടത്തരം കച്ചവടക്കാരും ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്ന സമയം കൂടിയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാർഷിക ഉൽപ്പന്നങ്ങളും ഫലവൃക്ഷ തൈകളും ഒക്കെ തന്നെ
അച്ഛനും അമ്മയും ഒഴിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും ഓൺലൈനായി വിപണനം ചെയ്യുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഫെസ്റ്റിവൽ നടത്തുന്നത്. അവിടെ ചെറുകിട കച്ചവടക്കാരും ഇടത്തരം കച്ചവടക്കാരും വലിയ പ്രതിസന്ധി നേരിടുന്നുമുണ്ട്. എല്ലാവരും ഇപ്പോ മാളുകളിലേക്ക് പോവുകയാണ്. ആഗോളവൽക്കരണത്തിന്റെ ഉൽപ്പന്നമാണ് മാളുകൾ എന്നുള്ളതും അന്ന് ആ കാലഘട്ടത്തിൽ ആഗോളവൽക്കരണത്തെ വലിയ ഘോഷത്തോടെ എതിരേറ്റപ്പോ പലരും ദീർഘവീക്ഷണമുള്ള ആൾക്കാർ പറഞ്ഞിരുന്നു, ലോകം മുഴുവൻ ഒരൊറ്റ കമ്പോളത്തിൽ ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും, അവിടെ നഷ്ടപ്പെട്ടു പോകുന്നത് കുറെ പാവപ്പെട്ടവരുടെ ജീവിതമാർഗങ്ങളാണ് എന്ന്. സാധനങ്ങളുടെ വില അടക്കം, ഉൽപ്പന്നങ്ങളുടെ വിലയടക്കം നിശ്ചയിക്കുന്ന അവരാണ്. ഇവിടെ മാളുകളിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഗ്രാമപ്രദേശത്തുള്ള വീടുകളിൽ പോലും ഒരു വാഹനമുണ്ടെങ്കിൽ, ഒരു കാറുണ്ടെങ്കിൽ നേരെ മാളിലേക്ക് പോയാൽ, കുഞ്ഞുങ്ങളെയും കൊണ്ട് മാളുകളിലേക്ക് ചെന്നാൽ അവർക്ക് കളിക്കുവാനുള്ള പാർക്കുകൾ ഇവിടെയുണ്ട്. അവർക്ക് വസ്ത്രം വാങ്ങാം, അവർക്ക് ആവശ്യമുള്ള കളിപ്പാട്ടങ്ങൾ വാങ്ങാം, അവർക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ പലവ്യഞ്ജനങ്ങൾ അടക്കമുള്ള ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങാം. മറ്റ് സാനിറ്ററി ഐറ്റങ്ങളും എല്ലാം വാങ്ങിയതിനു ശേഷം കുട്ടികൾ കളിച്ച് ക്ഷീണിച്ച് വരുമ്പോഴേക്കും ഫുഡും കഴിച്ച് നേരെ വാഹനത്തിൽ കയറിഞ്ഞു വരാം. അത്രയും സൗകര്യങ്ങളുണ്ട്. നമ്മുടെ ചെറുകിട കച്ചവടക്കാരുടെ അടുത്തേക്ക് ചെന്നാലോ എല്ലാ സാധനങ്ങളും അവിടെ ലഭ്യമാകണമെന്നില്ല. നമ്മളൊക്കെ പണ്ട് എന്റെയൊക്കെ കുട്ടിക്കാലത്ത് കടയിൽ ചെന്ന് സാധനങ്ങൾ തൂക്കി വാങ്ങിച്ച് ചണം കൊണ്ട് പത്രക്കടലാസിൽ കെട്ടി വാങ്ങുന്ന ഒരു കാലഘട്ടം വിദൂരമായ ഓർമ്മയായിട്ടുണ്ട്. പിന്നീടത് നമ്മൾ ബക്കറ്റുകളിലേക്ക് സാധനങ്ങൾ, കവറിൽ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ സാധനങ്ങൾ എടുത്തിടുകയും ഇന്ന് ആ പ്ലാസ്റ്റിക് മാറ്റുവാനായി നമ്മൾ ആൾക്കാരെ പൈസ കൊടുത്ത് നിർത്തുകയും ചെയ്യുന്ന അവസരത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ വ്യാപാര വ്യവസായ മേഖല ദൈനംദിനം അനുദിനം വ്യത്യസ്തമായ മേഖലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. പക്ഷെ ഇവിടെ ഒരു ഫെസ്റ്റിവൽ നടത്തുമ്പോൾ അതിനോടൊപ്പം തന്നെ അമ്യൂസ്മെന്റ് പാർക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അവർക്കുള്ള വിനോദ ഉപാധികളും, പിന്നെ അതുകൂടാതെ ഇവിടെ കലാപരിപാടികൾ അവതരിപ്പിക്കുവാന് അത് സാധാരണ എല്ലായിടത്തും കാണണമെന്നില്ല. ഇവിടെ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇത്തരത്തിൽ വരുന്ന 9 ദിവസക്കാലം ഈ നാടിനെ തീർച്ചയായിട്ടും ഒരു ഉത്സവത്തിന്റെ ലഹരിയിലേക്ക് കൊണ്ടുവരികയാണ് മടത്തറ ഫെസ്റ്റ് എന്ന് പറയുന്ന പരിപാടി. ഇത്തരത്തിൽ നമ്മുടെ എല്ലാ ഗ്രാമങ്ങളിലേക്കും ഈ ഫെസ്റ്റിവൽ എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ മേഖലയിൽ, അസംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളാണ്. അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ പ്രശ്നം അത് ചെറിയ കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു വലിയ വിഷയം തന്നെയാണ്. പക്ഷെ നമുക്ക് ജീവിച്ചേ മതിയാകൂ, ജോലി ചെയ്ത് ജീവിച്ചേ മതിയാകൂ. ആ പ്രയാസങ്ങൾ നമുക്ക് മാറേണ്ടതുണ്ട്. ശ്രീനാരായണ ഗുരു പറഞ്ഞ വാചകമാണ്, സംഘടന കൊണ്ട് ശക്തരാകുവിനെന്ന് പറയുവാൻ മാത്രമേ ഇപ്പോ സാധിക്കുന്നുള്ളൂ. ഈ ഒരു വിഷയം നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് കിട്ടാവുന്ന വേദികളിൽ, ഇടങ്ങളിൽ അതിനെക്കുറിച്ച് സംസാരിക്കുകയും എങ്ങനെയാണ് നമുക്ക് ഈ മേഖലയെ സംരക്ഷിക്കാൻ കഴിയേണ്ടത് എന്നതിനെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യാമെന്ന് ഞാൻ കരുതുന്നു. കാരണം എന്റെ കുടുംബവും ഇത്തരത്തിൽ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് എന്നുള്ളത് കൊണ്ട് കൃത്യമായി എനിക്കത് ബോധ്യവുമുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇവിടെ മടത്തറ ഫെസ്റ്റിന്റെ ഭാഗമായി വരുവാൻ സാധിച്ചത് തികച്ചും അവിചാരിതമാണെങ്കിലും അതൊരു വലിയ അനുഭവമായി മാറുകയാണ്. ഈ ഒരു പരിപാടിയിൽ സംബന്ധിക്കുവാനും ഉദ്ഘാടനം ചെയ്യാനും കിട്ടിയ ഈ അവസരത്തെ നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കും. എക്സിബിഷൻ വർക്കേഴ്സ് യൂണിയൻ ഈ മടത്തറയിൽ സംഘടിപ്പിക്കുന്ന ഈ മേളയുടെ ഉദ്ഘാടന സമ്മേളനമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മേളയുടെ ഉദ്ഘാടനത്തിന് സ്വാഗതം ആശംസിക്കുക എന്നുള്ളൊരു ചുമതലയാണ് എനിക്ക് തന്നിരിക്കുന്നത്. ആദ്യമായി ഈ മേളയുടെ ഉദ്ഘാടനത്തിന്റെ അധ്യക്ഷൻ ശ്രീ ജ്യോതികുമാർ മൂതാക്കൽ അവർകളെ ഈ വേദിയിലേക്ക് കേരള എക്സിബിഷൻ വർക്കേഴ്സ് യൂണിയന്റെ പേരിലും എന്റെ സ്വന്തം പേരിലും വേദിയിലേക്ക് ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ മേളയുടെ ഉദ്ഘാടനം നിർവഹിക്കാമെന്ന് എത്തുന്ന ശ്രീമതി പ്രിയദർശിനി മാഡമാണ്.
അവരെത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവരെത്തില്ല എന്ന് പറഞ്ഞിരുന്നു. വന്നിട്ടുണ്ടോ? എത്തിയിട്ടുണ്ട്. കണ്ടില്ലായിരുന്നു, ഞങ്ങൾ പരിചയമില്ല നേരത്തെ. അപ്പോൾ മാഡത്തിനെ ഈ വേദിയിലേക്ക് ഹാർദവമായി ക്ഷണിക്കുകയാണ്. അടുത്തതായി